ഇപ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് പാലക്കാടാണെങ്കിലും അതുപോലെ ശ്രദ്ധ നേടിയൊരു സ്ഥലമാണ് ചേലക്കര. ചേലക്കരയിൽ എല്ലാ പ്രാവശ്യത്തിൽ നിന്നും വിപരീതമായി ഒരു അട്ടിമറിയാണ് കോൺഗ്രസ് അവിടെ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ട്രോങ് ആയ സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിച്ചതും, രമ്യ ഹരിദാസ്. എന്നാൽ CPM പറയുന്നത് തങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഞങ്ങളുടെ കോട്ടയാണത്, ആ കോട്ടയ്ക്ക് യാതൊരു വിള്ളലും ഉണ്ടാകില്ല, ഇത്തവണയും CPM തന്നെ വിജയിക്കുമെന്നാണ്. വാഗ്വാദങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും നടക്കുന്നുണ്ട്. LDFന്റെ വിലയിരുത്തൽ അനുസരിച്ച് ചേലക്കരയിൽ 10,000-ഓളം വോട്ടിന് വിജയിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസ് ക്യാമ്പിൽ പറയുന്നത് 5,000 മുതൽ 7,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. ഈ സർക്കാരിനായിക്കോട്ടെ പ്രതിപക്ഷത്തിനായിക്കോട്ടെ ചേലക്കരയിലെ വിജയം അനിവാര്യമാണ്. അവിടുത്തെ ഇലക്ഷൻ ദിവസം പോളിംഗ് കുറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം നിരാശപ്പെടുത്തിയിട്ടുണ്ട്, അവരിൽ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാലും നല്ല ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ വോട്ടാണ് വരാതിരുന്നത്? അപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വരാനുള്ള വോട്ടുകളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ ചേലക്കര ഒരു വിവരം അനുസരിച്ച് ക്രിസ്ത്യൻ മേഖലകളിൽ നിന്നും കൂടുതൽ പേര് വോട്ട് ചെയ്യാൻ വന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരെ ബാധിച്ചിരിക്കാം എന്ന് ഇപ്പോൾ 3 മുന്നണികളും ഇരുന്ന് കണക്ക് കൂട്ടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കണക്ക് കൂട്ടുന്നത് CPMഉം കോൺഗ്രസുമാണ്. അവരിലാണ് സംശയം ഉണ്ടാക്കുന്നത്. അവർ തമ്മിലാണ് അവിടെ മത്സരവും നടന്നത്. ശരിക്കും അവിടെ മത്സരം നടന്നത് LDFും UDFും തമ്മിലാണ്. അവരുടെ അഭിമാന പോരാട്ടമായിരുന്നു ചേലക്കര എന്ന് പറയുന്നത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടിയാണ് CPM ക്യാമ്പിൽ നിന്ന് പറയുന്നത്. അതുപോലെ ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെയും ഈ സർക്കാരിൻ്റെ മോശമായ ഭരണത്തിൻ്റെ റിസൾട്ടായിരിക്കും ചേലക്കരയിൽ ഇവട്ടം ഉണ്ടാവുകയെന്ന് പ്രതിപക്ഷവും പറയുന്നുണ്ട്. CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് കൃത്യമായി ലഭിക്കുമെന്നും ഒന്നും പേടിക്കാനില്ല എന്നുമാണ് CPM ക്യാമ്പ് വിലയിരുത്തുന്നത്. എങ്കിലും അവരുടെ മനസ്സിലും ഈ വരാത്ത വോട്ടുകൾ, ഈ പോള് ചെയ്യാത്ത വോട്ടുകൾ ആശങ്ക ഉണർത്തുന്നുണ്ട്. അവിടെയാണ് രമ്യ ഹരിദാസിന് വിജയം 5,000 മുതൽ 7,000 വരെ കോൺഗ്രസ് അവകാശപ്പെടുന്നതും. CPMന്റെ പാരമ്പര്യമായ വോട്ടുകൾ അവർ ഈ ഭരണത്തിന് എതിരെ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഭരണം ശരിയല്ല എന്നുള്ള രീതിയിലായതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ വന്നില്ല, അവരുടെ വോട്ടാണ് വരാതിരുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുപോലെ മണ്ഡലത്തിലെ പുതുതായിട്ട് ചേർത്ത വോട്ടുകൾ എല്ലാം തങ്ങൾക്ക് അനുകൂലമാണെന്ന് 3 പാർട്ടിക്കാരും അവകാശപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്നത് കോൺഗ്രസ് ആണ്. പുതിയ ജനറേഷനിലെ പുതിയ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളാണെന്ന് കോൺഗ്രസ് അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. ആ ഒരു എല്ലാത്തിൻ്റെയും പ്രതീക്ഷയിലാണ് കോൺഗ്രസ് 5,000 മുതൽ 7,000 വരെ ഭൂരിപക്ഷം ചേലക്കരയിൽ രമ്യ ഹരിദാസ് ലഭിക്കുകയും രമ്യ ഹരിദാസ് വിജയിക്കുകയും ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്ന് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ജയിച്ചത് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ 2024 ലോക്സഭാ മത്സരത്തിൽ ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ജയിച്ചപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 5,173 ആയിരുന്നു. അന്ന് ഇവിടെ മത്സരിച്ച രമ്യ ഹരിദാസ് തന്നെയാണ് ഇപ്പോഴും ആലത്തൂരിൽ നിയമസഭയിലേക്കും മത്സരിക്കുന്നത്. അതാണ് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷ നൽകുന്നത്. കൂട്ടിക്കിഴിക്കലുകളും കണക്കുകളും പുറത്തുവിടലുകളും വിജയം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെടലും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും 23-ാം തീയതി കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുമെങ്കിലും ചേലക്കരയിലെ റിസൾട്ട് ആടി ഉലഞ്ഞ റിസൾട്ട് ആയിരിക്കും. ഏറ്റവും കൂടുതൽ മുൾമുനയിൽ നിൽക്കാൻ പോകുന്നതും ഈ വോട്ടിംഗ് റിസൾട്ടാണ്. എപ്പോൾ വേണേലും മാറിമറിയാമെന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കാൻ സാധ്യത കൂടുതൽ ചേലക്കരയിലെ തന്നെയാണ്. അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് നമുക്ക് ആദ്യത്തെ ആ വോട്ട് എണ്ണി തുടങ്ങി ആ പാറ്റേൺ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ചിലപ്പോൾ ഒരാളൊരു ലീഡ് നേടിക്കഴിഞ്ഞാൽ, അവിടെ ഒരു വ്യക്തമായൊരു ലീഡ് ഒരു 10 മണിക്കുള്ളിൽ നേടിക്കഴിഞ്ഞാൽ പിന്നെ അതേ ട്രെൻഡ് ആയിരിക്കും മുന്നോട്ട് പോവുക. അവിടെ ഷാഫി പറമ്പിൽ അത്യാവശ്യമായ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നും അതിനൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. ചേലക്കരയിൽ രമ്യ ഹരിദാസിന് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പാലക്കാട്ടിൽ അങ്ങനല്ല. പാർട്ടിക്കകത്ത് തന്നെ പല വിഷയങ്ങളിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷനിലേക്ക് മത്സരിച്ചത് തന്നെ. ഈ കടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ 2 നിയോജക മണ്ഡലത്തിലെ റിസൾട്ടുകൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതുമാണ്. എന്തായാലും നമുക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം. 23-ാം തീയതി എന്തായാലും ഇതിന് റിസൾട്ട് ഉണ്ടാകും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.